നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറേ മാസങ്ങളായി നമ്മളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് നിമിഷപ്രിയ. നമ്മുടെ സഹോദരിയാണ് യമനിൽ പോയി അവിടെ ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ട് അവിടുത്തെ തടമറയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുകയാണ് നമ്മുടെ സഹോദരി. അവർ ചെയ്തത് തെറ്റോ ശരിയോ എന്നതിലേക്കല്ല, എങ്കിലും അവരെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവരെ പുറത്തിറക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സാമൂഹ്യ പ്രവർത്തകനായ സാമുവൽ ജെറോം, അദ്ദേഹം യമനിലാണ് പ്രവർത്തിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ നടപടികൾ സ്വീകരിച്ച് വരികയായിരുന്നു. ചില കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, നമ്മുടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൃത്യമായി നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഗൗരവമായി തന്നെ ഇടപെട്ടിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനും MLA അദ്ദേഹവും തന്നാൽ കഴിയുന്ന വിധത്തിൽ ഈ കാര്യത്തിൽ ഇടപെടുകയും ഗവർണറെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ പലതരത്തിൽ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, പല വ്യക്തികൾ, സംഘടനകൾ ഒക്കെ തന്നെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെടുന്നതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിലായത് മനുഷ്യത്വത്തിൻ്റെ പേരിൽ, മാനവികതയുടെ പേരിൽ മുസ്ലിം മത പണ്ഡിതൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ കാര്യത്തിൽ ഇടപെടുകയും അദ്ദേഹം സൂഫി പണ്ഡിതരുമായി സംസാരിച്ച ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്ന സന്തോഷകരമായ ഒരു കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനും നല്ലൊരു വാർത്ത, നിമിഷപ്രിയയെ മോചിപ്പിച്ചു എന്ന വാർത്ത കേൾക്കാനാണ് നമ്മളൊക്കെ കൊതിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ഉസ്താദ് എന്ന് വിളിക്കുന്ന AP കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണോ ഇത്തരത്തിലൊരു നിലപാട് മാറ്റം യമൻ സർക്കാർ എന്ന് വിളിക്കാൻ സാധിക്കില്ല, അവിടെ ഒരു ജനാധിപത്യ വ്യവസ്ഥയല്ല, അത്തരത്തിലുള്ള ഒരു സർക്കാർ ഭരിക്കുന്ന രാജ്യമല്ല യമൻ. മാത്രമല്ല, നമ്മുടെ രാജ്യവുമായി നയതന്ത്ര ബന്ധമില്ല, നമുക്കവിടെ നമ്മുടേതായ എംബസി പോലുമില്ല. ആ രാജ്യത്തേക്ക് യാത്രാവിലക്ക് നിലവിൽ ഉള്ള സമയത്താണ് ഇത്തരത്തിൽ നിർഭാഗ്യകരമായ സംഭവങ്ങൾ നിമിഷപ്രിയയുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്നതാണ് ഏറെ ഖേദകരമായ സംഭവം. അപ്പോൾ അവിടെ ഭരിക്കുന്നത് കൂടുതലും ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൗദി അറേബ്യയ്ക്ക് വലിയ സ്വാധീനമുള്ള ഷിയ തീവ്രവാദ ഗ്രൂപ്പാണ്. അവിടെ കൂടുതലായി അവർക്കാണ് കൂടുതൽ അധികാരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഗ്രൂപ്പ് വഴി, സൗദി അറേബ്യ വഴിയാണ് ഇത്തരത്തിൽ ഇദ്ദേഹം, അതായത് AP കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടപടികൾ അല്ലെങ്കിൽ നീക്കങ്ങൾ നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത് മനുഷ്യത്വപരമായ ഒരു മനുഷ്യനെന്ന രീതിയിലാണ് ഞാൻ ഇടപെട്ടത് എന്നാണ്. എന്നാൽ ഇത് ഇടപെട്ടതിൽ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ക്രെഡിറ്റ് കിട്ടുന്നു എന്ന് തോന്നുന്ന ചിലരൊക്കെ അദ്ദേഹത്തെ അവഹേളിച്ചുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരണങ്ങളുമായി വരുന്നുണ്ട്. എട്ടുകാലി മമ്മൂഞ്ഞ് എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. എന്ത് തന്നെയായാലും അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു ചുവട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ നിഷ്പക്ഷമായി വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് ഏറെ യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമോ മതമോ ഒന്നും ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ടതില്ല. നമുക്ക് മുന്നിലുള്ളത് നിമിഷപ്രിയ എന്ന സഹോദരിയുടെ ജീവനാണ്. ആ സഹോദരിയുടെ മക്കളുണ്ട്, പ്രായമായ അമ്മയുണ്ട്. അവരൊക്കെ തന്നെ ആ പ്രായാധിക്യം പോലും വകവയ്ക്കാതെ ഇത്തരം രാജ്യങ്ങളിലൊക്കെ സന്ദർശനം നടത്തി നിമിഷപ്രിയയെ കണ്ട് അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. വാർത്തകളായി നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. ആ കുടുംബത്തെ ഓർത്ത്, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ദുഃഖം ഓർത്ത് ഈ കാര്യത്തിൽ ആരെയും പരസ്പരം പഴിചാരാതെ ഈ കലുഷിതമായ വർഗീയതയും രാഷ്ട്രീയവും മാറ്റിവെച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ, ഒത്തൊരുമയോടെ ഈ കാര്യത്തിൽ എല്ലാവരും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനിടയിൽ വർഗീയതയും കുത്തിത്തിരിപ്പുമായി ആരും വരരുത് എന്നത് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത്.